നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദേവാലയ നാശത്തിൻ്റെ കാലം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവർ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ ചെന്ന് അതെപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. 15 മുതൽ, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദയിൽ ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുപ്പാൻ ഇറങ്ങരുത്. വയലിൽ ഉള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. യെരുശലേം നാശത്തെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ 3 കാര്യങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ്. ഒന്നാമത്തേത്, അതെപ്പോൾ സംഭവിക്കും? യെരുശലേം നാശം എപ്പോൾ സംഭവിക്കും? അതെപ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും? രണ്ടാമത്, നിന്റെ വരവിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാമത്, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തിൻ്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളത് 15 മുതലുള്ള വാക്യങ്ങളിലാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നത് ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടുമേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുപ്പാൻ ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. അക്കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം. നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുക, നശിപ്പിക്കുക, നിരപ്പാക്കുക, ഇല്ലാതെയാക്കുക. യെരുശലേം ദേവാലയത്തെ ഇടിച്ചു നിരത്തി അതിനെ കല്ലിൻ്റെ മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഇടിച്ചു കളയുമെന്ന് യേശു പറഞ്ഞല്ലോ. അതിനായിട്ട് ആളുകൾ ഒരുങ്ങും. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുള്ള ആളുകൾ, അവർ ദൈവത്തെ ഭയപ്പെടുകയോ ദൈവാലയത്തെ ഭയപ്പെടുകയോ ഒന്നും ചെയ്യുന്നവരല്ല. അവർ ആ ദേവാലയം ഇടിച്ചു നിരത്താൻ വരും. അവിടെ 3 ഭാഗങ്ങളാണ്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പം അതിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, അപ്പോൾ യെരുശലേം ദേവാലയം നശിപ്പിക്കാൻ മ്ലേച്ഛരായ ആളുകൾ വരും. അതാണ് ഈ ദേവാലയം ദൈവം വസിക്കുന്ന കാലത്ത് പുറജാതികൾക്ക് അവിടെ പ്രവേശനമില്ല. പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് പോലും പ്രാകാരത്തിൽ മാത്രമേ വരാൻ സാധിക്കൂ. പുരോഹിതരാണ് വിശുദ്ധ സ്ഥലത്തുള്ളത്. അതിപരിശുദ്ധ സ്ഥലത്ത് ആർക്കും പ്രവേശനമില്ല. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം. പക്ഷേ പുറജാതികൾ വിശുദ്ധ സ്ഥലത്ത് ചവിട്ടാനിടയായിത്തീരും. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ ഒരു തിരശ്ശീലയുടെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ പുറജാതികൾ ചവിട്ടാനിടയായിത്തീരും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഓടിക്കണം. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. യഹൂദയിൽ ധാരാളം മലകളുള്ള സ്ഥലമാണ്. മരുഭൂമി പോലുള്ള സ്ഥലങ്ങൾ, യഹൂദിയ മരുഭൂമി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. പിന്നെ വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുപ്പാൻ
ഇറങ്ങരുത്, വയലിലുള്ളവൻ വസ്ത്രമെടുക്കാൻ മടങ്ങിപ്പോകരുത്. അപ്പം വീട്ടിലുള്ള കുറേ സാധനങ്ങൾ കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ആരും അതിനുവേണ്ടി സമയം കളയരുത്. എന്നാൽ പണി ചെയ്യുന്ന വയലിൽ പണി ചെയ്യുന്ന ആൾ ആ പണിയെടുക്കുന്ന വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണുള്ളത്, നല്ല വസ്ത്രം എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാൽ നല്ല വസ്ത്രം എടുക്കാൻ പോകാം എന്ന് വിചാരിച്ച് പൊയ്ക്കളയരുത്. എപ്പോൾ ദേവാലയത്തിൽ ആൾ കയറി, ജാതികൾ കയറി, പട്ടാളക്കാർ കയറി എന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടുന്നു, അപ്പം നിങ്ങൾ ഓടിക്കോണം, മലകളിലേക്ക് ഓടിക്കോണം രക്ഷയ്ക്ക് വേണ്ടി. താഴെ വായിക്കുന്നത്, ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. കാരണം കുഞ്ഞിനെ എടുത്തോണ്ട് പോകണം. ഗർഭിണിക്ക് എങ്ങനെ ഓടാൻ സാധിക്കും? അവർക്ക് അയ്യോ കഷ്ടം. ഏറ്റവും കഷ്ടപ്പെടുന്ന അവരായിരിക്കും. പിന്നെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ ആകാതിരിപ്പാൻ സൂക്ഷിപ്പിക്കും. ഇസ്രയേലിലെ വിൻ്റർ സീസൺ എന്ന് പറയുന്നത് മരം കോച്ചുന്ന തണുപ്പുള്ള സമയമാണ്. അങ്ങനെ കൊടും തണുപ്പുള്ള സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ചാക്ക് പോലെയുള്ള കമ്പിളി പുതപ്പുകളൊക്കെ പുതച്ചുകൊണ്ടുള്ള ഓട്ടം അത് ദുഷ്കരമാണ്. പിന്നെ ഈ മഞ്ഞ് പെയ്യുമ്പോൾ വഴി പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടാവും. അത് ഓട്ടത്തിനൊക്കെ തടസ്സമാണ്. പിന്നെ ശബത്തിനെ സംബന്ധിച്ച്, ശബത്തിൽ ഇസ്രയേലിൻ്റെ നഗരവാതിൽ അടഞ്ഞ് കിടക്കുകയായിരിക്കും. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓടിപ്പോക്ക് ശബത്തിലോ ശീതകാലത്തിലോ ആകാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, യേശു പറഞ്ഞതുപോലെ അത് സംഭവിച്ചു. യേശുവിനെ കുരിശിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് യഹൂദന്മാർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ഞങ്ങളുടെ മേൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ആശ്വാസം ഉണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ മക്കളുടെ മേലും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്നാണ് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അവരുടെയും അവരുടെ മക്കളുടെയും കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം ഒരു 10-35 വർഷം കഴിഞ്ഞപ്പോൾ AD 70 റോമൻ പടനായകൻ ടൈറ്റസ് കടന്നു വരികയും യെരുശലേമിനെ നിരോധിക്കുകയും യെരുശലേം ദേവാലയം തകർക്കുകയും അതിലെ പൊന്നും വെള്ളിയും വിലയേറിയ വസ്തുക്കളും കവർന്നുകൊണ്ട് പോവുകയും ചെയ്യാനിടയായി. യേശു പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറാൻ ഇടയായി. പക്ഷേ യഹൂദന്മാർ പഠിച്ചില്ല. അവർ പിന്നെ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് മാത്രം ചിന്തിച്ചു. അല്ലാതെ യേശു പറഞ്ഞതുകൊണ്ടാണ്, യേശു ഇത് മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. കാരണം പണ്ടും ദേവാലയത്തിനെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെബൂഖദ്നേസർ യെരുശലേം ദേവാലയത്തിൻ്റെ പാത്രങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. പല ചക്രവർത്തിമാരുടെയും കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെയുള്ളൂ എന്ന് ഇവർ വിചാരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പറഞ്ഞ എത്ര സത്യം! കർത്താവിനെ കൈക്കൊണ്ട് ദേവാലയമായി മാറുവാൻ, കർത്താവിനെ കൈക്കൊണ്ട് ഒരിക്കലും നശിക്കാത്ത, നിലനിൽക്കുന്ന, പാതാള ഗോപുരങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ദേവാലയങ്ങളായി മാറാൻ, സഭാംഗങ്ങളായി മാറുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.